നമുക്കിന്നൊരു സ്പൈസി ചട്നി ഉണ്ടാക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, എണ്ണ ഏതായാലും മതി. എന്നിട്ട് നമ്മൾ ഒരു 10-12 വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അത് ഒന്ന് വാടിക്കഴിയുമ്പോൾ ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കണം. നല്ല എരിവുള്ള പച്ചമുളകായിരിക്കണം. ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഒരു പീസ് ഇഞ്ചി, ചെറിയൊരു കഷ്ണം മതി, ഇഞ്ചി ഇട്ട് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സായി. ഇനി നമുക്ക് ചതച്ചെടുക്കാം. ഇത് മിക്സിയിലല്ല അരയ്ക്കേണ്ടത്, നമ്മൾ ഇടികല്ലിൽ ചതച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ, അപ്പോൾ ഇടികല്ലിൽ നല്ലതുപോലെ ഇത് ചതച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകുന്ന രീതിയിൽ ആവരുത്, ഒന്ന് കടിക്കണം കഴിക്കുമ്പോൾ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കൊടുത്തിട്ട് എല്ലാം കൂടി വീണ്ടും ഒന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ ഇടികല്ലിലാകുമ്പോൾ നല്ല രുചിയാണ്. ചതച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ചതയ്ക്കണം. മല്ലിയിലയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കപ്പലണ്ടി ഇത്രയും മതി, വേറെ മസാലകളൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കി നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ ഒരു ചട്നിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, ഈ രീതിയിൽ നമ്മൾ ചതച്ചെടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടായാലും ചോറിൻ്റെ കൂടായാലും കഴിക്കുമ്പോൾ ഒന്ന് കടിക്കണം. അപ്പം നമ്മൾ ചപ്പാത്തിയുടെ കൂടെ ഇന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പം ചേട്ടൻ പറഞ്ഞ് ഞാൻ തന്നെ കഴിച്ച് അപ്പം ചേട്ടൻ പറഞ്ഞു ചേട്ടൻ തന്നെ കഴിക്കാം ആദ്യം. അപ്പോൾ കഴിക്കുവാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതേമാതിരി ചട്നി ഉണ്ടാക്കി ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിച്ച് നോക്ക്. വളരെ ടേസ്റ്റി ചട്നിയാണ്, ഈസിയുമാണ്. ജോലിക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാനും വീട്ടിൽ ഇരുന്ന് കഴിക്കാനും ഒക്കെ പറ്റിയതാണ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പ്രവാസികൾ, അവർ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നി. അപ്പോൾ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ചട്നി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറല്ലേ?